ഉമ്മൻചാണ്ടിക്കെതിരെ പരോക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്ന് രമേശ് ചെന്നിത്തല 4 തവണ മത്സരിച്ചവരെ ഒഴിവാക്കണം എന്ന നിർദ്ദേശം വന്നിട്ടില്ലെന്നും ജയസാധ്യതയും ജനസ്വീകാര്യതയുമാണ് സ്ഥാനാർത്ഥികൾക്കുള്ള മാനദണ്ഡമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അങ്ങനെ ഒരു ആശയമൊന്നും ഉണ്ടായിട്ടില്ല. വിജയസാധ്യതയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സ്വീകാര്യതയുമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. UDF പുറത്തുള്ള ഏതെങ്കിലും കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യണം എന്നൊരാശയം ഇതുവരെ ആരും മുന്നോട്ട് വെച്ചിട്ടില്ല. ഇതുവരെ ഇപ്പം അങ്ങനെ ചർച്ച നടന്നിട്ടുമില്ല. ഒരിക്കലും കോൺഗ്രസ് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇലക്ഷൻ കേരളത്തിൽ നേരിട്ടിട്ടില്ല. ഇപ്പം കൂട്ടായ നേതൃത്വമാണുള്ളത്. അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒറ്റക്കെട്ടായി കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചതോടെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. തൃശൂരിൽ KPCC പ്രസിഡന്റ് VM സുധീരന് വേണ്ടി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. മണലൂർ മണ്ഡലത്തിലെ വിവിധ മേഖലകളിലാണ് ചുവരെഴുത്തുകൾ കണ്ടത്. ജില്ലയ്ക്ക് പുറത്തുള്ളവരെ കെട്ടിയിറക്കുന്നതിനെതിരെ തൃശൂരിൽ ഗ്രൂപ്പ് നേതാക്കളുടെ മുന്നറിയിപ്പ്. മിടുക്കന്മാരായ സ്ഥാനാർത്ഥികൾ തൃശൂരിലുണ്ടെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ. ആരോപണ വിധേയരായ മന്ത്രിമാരും MLA-മാരും മാറി നിൽക്കണമെന്ന് മുൻ മന്ത്രി KP വിശ്വനാഥനും പറഞ്ഞു. KPCC പ്രസിഡന്റ്, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് തൃശൂരിൽ VM സുധീരനായി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത്. മണലൂർ മണ്ഡലത്തിലെ വിവിധ മേഖലകളിലാണ് വ്യാപകമായി ചുവരുകൾ വെള്ളപൂശി ബുക്ക് ചെയ്തിരിക്കുന്നത്. നേതാക്കൾ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയ KPCC പ്രസിഡന്റിന്റെ പേരിലാണ് സ്വന്തം ജില്ലയിൽ ചുവരെഴുത്ത് എത്തിയത്. VM സുധീരൻ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കവെയാണ് സ്വന്തം ജില്ലയായ തൃശൂരിൽ ചുവരെഴുത്തുകൾ എത്തിയത്. തന്റെ പേരിൽ ചുവരെഴുതിയ നടപടി തെറ്റാണെന്ന് സുധീരൻ പ്രതികരിച്ചു. ഇതിനിടെ ജില്ലയ്ക്ക് പുറത്തുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ തൃശൂരിലെ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തി. മിടുക്കന്മാരായ നേതാക്കൾ തൃശൂരിലുണ്ടെന്നും അവർക്ക് അവസരം നൽകണമെന്നും CN ബാലകൃഷ്ണൻ പറഞ്ഞു. കൈപ്പത്തി ചിഹ്നത്തിൽ ആരെ നിർത്തിയാലും ജയിക്കുന്ന കാലം കഴിഞ്ഞെന്നും CN വ്യക്തമാക്കി. ജനങ്ങളൊന്നും കൂട്ടാക്കില്ല. അത് ആ കാലമൊക്കെ ഞാൻ പറഞ്ഞില്ല. അതിനെ സംബന്ധിച്ച് അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, മിടുക്കന്മാരുണ്ട്, അല്ലെങ്കിൽ ആ ഏരിയയിൽ പ്രവർത്തിക്കുന്ന മിടുക്കന്മാരുണ്ട്. അവർക്ക് മുൻഗണന കൊടുക്കണം പാർട്ടി. ഒരു കൈപ്പത്തി കിട്ടിയോണ്ടും ഇന്ന പാർട്ടി UDF ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ജയിക്കാൻ പോകില്ല. ചാലക്കുടിയിൽ PT തോമസിനെയും കൊടുങ്ങല്ലൂരിൽ KP ധനപാലനെയും മത്സരിപ്പിക്കാൻ AICC നീക്കം നടത്തുന്നതിനിടെയാണ് എതിർപ്പ് രൂക്ഷമാകുന്നത്. അതിനിടെ ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്ന ആവശ്യമുന്നയിച്ച മുൻമന്ത്രി KP വിശ്വനാഥൻ രംഗത്തെത്തി. കോൺഗ്രസുകാർ തന്റെ അനുഭവം പാഠമാക്കണം. ആരോപണം നേരിട്ട ശേഷം താൻ 2 തവണ മത്സരിച്ചപ്പോഴും പരാജയപ്പെട്ടു. വീണ്ടും മത്സരിക്കാൻ തയ്യാറാണെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് KP വിശ്വനാഥന്റെ ഒളിയമ്പ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഹൈക്കമാൻഡുമായുള്ള KPCC നേതാക്കളുടെ ചർച്ച ദില്ലിയിൽ പൂർത്തിയായി. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മാത്രം സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതില്ലെന്ന് യോഗത്തിൽ ധാരണ. VM സുധീരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സംയുക്തമായി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്ത് ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ച ആരംഭിക്കാനും ഹൈക്കമാൻഡ് അനുമതി നൽകി. UDF മന്ത്രിസഭയെ നയിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാകരുതെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. സോളാർ കേസിലും ബാർ കേസിലും കുടുങ്ങിയതാണ് ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയായത്. അതിനാൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് VM സുധീരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സംയുക്തമായിരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. KPCCയിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC പ്രസിഡന്റും ഒരുമിച്ചിരുന്ന് ജില്ലകളിലേക്ക് ചുമതലപ്പെടുത്തുന്ന ഈ 3 നേതാക്കളുടെ റിപ്പോർട്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് സമർപ്പിക്കും. സോണിയാഗാന്ധിയുടെ ബസ്തിയിൽ നടന്ന യോഗത്തിൽ AK ആന്റണി, കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുഗൾ വാസ്നിക്, രാഹുൽ ഗാന്ധി തുടങ്ങിയവരും പങ്കെടുത്തു. 1.5 മണിക്കൂറോളം യോഗം നീണ്ടു. വിജയസാധ്യതയും ജനസമിതിയുമുള്ളവരെ മാത്രം സ്ഥാനാർത്ഥികളാക്കുമെന്ന് VM സുധീരൻ പറഞ്ഞു. ജില്ലാതലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമിതികളുണ്ടാകും. പിന്നീട് ഹൈക്കമാൻഡ് അന്തിമ രൂപം നൽകും. VM സുധീരൻ മത്സരിക്കുന്ന കാര്യത്തിൽ യോഗത്തിൽ ധാരണയിലെത്തിയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് സർവകലാശാലയിലെ ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിൽ AGയുടെ നിയമ ഉപദേശം തേടാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം വിവാദമാകുന്നു. സർവകലാശാല നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊണ്ടുള്ള നിയമത്തെ മറികടന്നാണ് AGയുടെ നിയമ ഉപദേശം തേടുന്നത്. ഭരണകക്ഷിക്ക് താൽപ്പര്യമുള്ളവരെ പിൻവാതിലിലൂടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരികെ കയറ്റാനാണ് നീക്കം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സർവകലാശാലകളിലെ അനധ്യാപക നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നത്. എന്നാൽ അതിനുശേഷവും കോഴിക്കോട് സർവകലാശാലയിൽ 100-ലധികം ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലേക്ക് നേരിട്ട് നിയമനം നടത്താൻ സർവകലാശാല നടപടികൾ ആരംഭിക്കുകയായിരുന്നു. എന്നാൽ പരാതികൾ ഉയർന്നതിനെ തുടർന്ന് നടപടികൾ പിന്നീട് നിർത്തിവെച്ചു.
ഇതിനിടെ നിയമന നടപടികൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമരരംഗത്തെത്തി. ഭരണകക്ഷിക്ക് താൽപ്പര്യമുള്ളവരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരികെ കയറ്റുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സമരത്തിന്റെ ലക്ഷ്യം. സമരക്കാരുടെ ആവശ്യം പരിഗണിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിഷയത്തിൽ ഇടപെട്ടു. നിർത്തിവെച്ച നിയമന നടപടികൾ പുനരാരംഭിക്കാനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ. ഇതിന്റെ സാധുത പരിശോധിക്കാൻ ചേർന്ന സിൻഡിക്കേറ്റിലാണ് AGയുടെ നിയമോപദേശം തേടാൻ തീരുമാനിച്ചത്. നിയമത്തെ മറികടന്നുള്ള നിയമനത്തിന് നിയമസാധുത ആരായുകയായിരുന്നു ലക്ഷ്യം. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് അഭിഭാഷകരുണ്ടെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ AGയുടെ നിയമോപദേശം തേടിയതും ദുരൂഹമായി. സാലി മുഹമ്മദ്, കൊച്ചി. സംസ്ഥാനം കുംഭച്ചൂടിൽ വെന്തുരുകുന്നു. പകൽ താപനിലയ്ക്കൊപ്പം രാത്രി താപനിലയും ഉയരുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇക്കുറി 3 ഡിഗ്രി ചൂട് കൂടുതലാണ്. നിലവിലെ സാഹചര്യം ഗുരുതരമായതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഒരാഴ്ചയായി സംസ്ഥാനം കടുത്ത ചൂടിൽ വെന്തുരുകുകയാണ്. ഇത്തവണ പൊതു താപനിലയിൽ നിന്നും 3 ഡിഗ്രിയുടെ വർധനവാണ് പകൽ താപനിലയിൽ ഉണ്ടായിട്ടുള്ളത്. രാത്രി താപനിലയിൽ 2 ഡിഗ്രിയുടെ വർധനവും. ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നടിക്കുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് സംസ്ഥാനത്തെ ചുട്ടുപൊള്ളിക്കുന്നത്. കൂടാതെ എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് അറബിക്കടലിൽ നിന്നും കേരള തീരത്തേക്ക് ഉഷ്ണക്കാറ്റ് വീശിയടിക്കാനും ഇടയാക്കിയിട്ടുണ്ട്. സൂര്യാഘാത സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. നിലവിലെ സാഹചര്യം ഗുരുതരമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ സന്തോഷ് പറഞ്ഞു. മാക്സിമം ടെമ്പറേച്ചറിൽ ഏകദേശം 3 ഡിഗ്രി വർധനവ് ശരാശരിയുണ്ട്. മിനിമം ടെമ്പറേച്ചറിൽ പുലർച്ചെ അനുഭവപ്പെടുന്ന കുറഞ്ഞ താപനിലയിലും ശരാശരി 2 ഡിഗ്രി വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. താപനില ഉയർന്നിരിക്കുന്ന അപ്രീഷ്യബിളി എബോവ് നോർമലാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ ഡെയിലി വെതർ റിപ്പോർട്ടിൽ കൊടുക്കുന്നുണ്ട്. എൽനിനോ പ്രതിഭാസത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് നമ്മളുടെ ഭാഗത്തേക്ക് കൂടുതലായിട്ട് വരണ്ട കാറ്റെത്തുന്നത്. അതുകൊണ്ട് ഇക്കുറി വേനലിന് കാഠിന്യമേറുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഈ സ്ഥിതിയിൽ വേനൽ മഴയ്ക്കുള്ള സാധ്യതയും സംസ്ഥാനത്ത് കുറവാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ഒരാഴ്ചയായി കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 37.8 ഡിഗ്രി. പാലക്കാട് 37.5, കോഴിക്കോട് 35 ഡിഗ്രി ചൂടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരാശരിയിൽ 5 ഡിഗ്രിയുടെ വർധനവാണിത്. വരണ്ട കാലാവസ്ഥ സംസ്ഥാനത്തെ ജലാശയങ്ങൾ ഇക്കുറി നേരത്തെ വറ്റിക്കാനിടയുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വേതന വർധനവ് ആവശ്യപ്പെട്ട് തൃശൂരിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ പണിമുടക്ക് ആരംഭിച്ചു. കഴിഞ്ഞ വർഷം പുതുക്കിയ ഫെയർവേജ് അനുസരിച്ചുള്ള തുക 5 മാസമായി ലഭിക്കാത്തതിനെ തുടർന്നാണ് തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങിയത്. CITU, BMS തൊഴിലാളികൾ സംയുക്തമായാണ് സമരം നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സർക്കാർ അംഗീകരിച്ച് നൽകിയ വേതനം ലഭ്യമാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനും തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുണ്ട്. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഊർജ്ജ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ആസ്ഥാന മന്ദിരങ്ങളുടെ ശിലാസ്ഥാപനവും ചടങ്ങിൽ നടന്നു. MA വാഹിദ് MLA, EMC ഡയറക്ടർ KM ധരേശൻ, ഉണ്ണിത്താൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. KMMLന്റെ വഞ്ചനയിൽ ദുരിത ജീവിതം പേറുകയാണ് ചവറ നിയമസഭാ മണ്ഡലത്തിലെ കരിമണൽ മേഖല. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ UDF സർക്കാർ തികഞ്ഞ പരാജയമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ചവറയിലെ ധാതുസമ്പത്ത് രാജ്യവികസനത്തിനെന്ന മുദ്രാവാക്യമുയർത്തി ദേശീയത പ്രകടിപ്പിച്ച പ്രദേശവാസികളിൽപ്പെട്ട ഒരു തലമുറ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. സ്വന്തം മണ്ണ് ഇവർക്ക് നാന്യമായി. പല വാഗ്ദാനങ്ങൾ, കരാറുകൾ പാതി നടപ്പിലാക്കി പാതി വിഴുങ്ങി. അല്ലെങ്കിൽ നാട്ടുകാരെ പോയി പണി നോക്കാനും പറയുന്ന കമ്പനിയുടെ പുതിയ തന്ത്രം. എല്ലാം തീരവാസികൾ സഹിക്കുന്നു, ചിലർ പ്രതികരിക്കുന്നു. ഞങ്ങൾ നമുക്ക് മൊത്തമായിട്ടും കുടിവെള്ളം തന്നെ വിഷയം കൂടുതലായിട്ട്. പിന്നെ ഈ കര സൈഡുകളെല്ലാം മൊത്തവും തോണ്ടി ഒരു 50 അടിയോളം താഴ്ചയിൽ തോണ്ടിയിട്ടേക്കുന്നതാണ്. ഇവിടെ ഒരു സ്ഥലം മന്ത്രിയുണ്ട്, ഷിബു ബേബി ജോൺ. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ തവണ ഇവിടുന്ന് ഇപ്പോൾ മന്ത്രിയായി പോകുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ പ്രദേശത്ത് ഈ പറഞ്ഞ ചിറ്റൂര്, കോവിൽത്തോട്ടം, കരുത്ര മേഖലകളിൽ ഈ കമ്പനിക്ക് വേണ്ടി IRE, KMML കമ്പനികൾക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ടുള്ള പ്രദേശവാസികളുടെ ജീവിത സാഹചര്യം എന്താണെന്ന് ഈ മന്ത്രി ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. KMML, IRE ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളും മുങ്ങിത്താഴുന്ന കപ്പലുകളായി UDF സർക്കാരിന്റെ കാലത്ത് മാറി. ഖനനത്തിന് ഭൂമി വിട്ടുകൊടുത്തിട്ടും ഖനനം നടത്താതെയും പൂർണ്ണമായും ഖനനം നടത്താതെയും കമ്പനി വികസനത്തിന്റെ പേരിൽ ദൂർത്തടിച്ചും KMMLനെ ഇന്ന് ICUയിൽ കയറ്റുന്ന സ്ഥിതിയിലാക്കി. IRE സ്വകാര്യ വ്യക്തികൾക്ക് തീറെഴുതാൻ അവസരം നോക്കി കേന്ദ്ര സർക്കാരും കാത്തിരിക്കുന്നു. 2 സ്ഥാപനങ്ങളിലും തൊഴിലെടുക്കുന്നവർക്ക് സമരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ നേരമില്ല. കരാർ തൊഴിലാളികളും ഇതിൽ ഉൾപ്പെടും.
ഇതൊക്കെ ഏതു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നടക്കുമെന്ന് ഇക്കാലത്ത് പറയാം. അതേസമയം രാജ്യത്തിന്റെ വലിയ സമ്പത്തായ ധാതുമണൽ അല്ലെങ്കിൽ കരിമണൽ അന്യസംസ്ഥാനങ്ങൾ കൊള്ളയടിക്കുന്നത് വൈകിയാണ് ചെറുതായെങ്കിലും തടയാനായത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ കരിമണൽ തമിഴ്നാട് ലോബി കടത്തിയെന്ന് കണ്ടെത്തിയത് കേരളമല്ല, മറിച്ച് തമിഴ്നാട് സർക്കാർ. KMML പുറത്തുവിടുന്ന ആസിഡ് ചുറ്റുമുള്ള പഞ്ചായത്തുകളെ വിഴുങ്ങുകയാണ്. ഇവിടുത്തെ ജീവിതം ദുസ്സഹമെന്നാണ് മണ്ഡലത്തിലെ ഭൂരിപക്ഷ അഭിപ്രായം. ഒരു ഗ്രാമത്തിലാകെ KMMLന്റെ ആസിഡ് മാലിന്യം ഒഴുക്കിവിട്ട് ജനവാസം അസാധ്യമാക്കിയതിന്റെ നേർക്കാഴ്ചയാണിത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ 250 ഏക്കർ ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോൾ UDFകാർ ചില ബിനാമികളെ രംഗത്തിറക്കി അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതി വഴി പദ്ധതി തകർത്തുവെന്നും പറയുന്നു. എന്നാൽ അധികാരത്തിലെത്തി 5 വർഷം പൂർത്തിയാക്കിയിട്ടും സ്ഥലം MLA കൂടിയായ മന്ത്രി ഷിബു ബേബി ജോണിന് KMMLനെ കൊണ്ട് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിക്കാൻ കഴിഞ്ഞില്ല. ഫലമോ ക്യാൻസറും അലർജിയും ത്വക്ക് രോഗങ്ങളും മറ്റു മാറാരോഗങ്ങളും പിടിപെട്ട് ചിറ്റൂർ ഗ്രാമനിവാസികൾ തീരാ ദുരിതത്തിലായി. എത്രയും വേഗം എടുക്കാനുള്ള നീക്കുവൊക്കെ ഉണ്ടാക്കി തന്നെ. പെൺപിള്ളാരെ അയച്ചിട്ട് ഞങ്ങൾ സ്ഥിരം കൊടുക്കാൻ പോലും വലയുക. ഇത് എടുക്കാൻ പോലും ആരും വരുന്നില്ല. വസ്തുക്കൾ എടുക്കാൻ നമുക്ക് കാശ് മേടിക്കാൻ പോലും ഞങ്ങൾ വലയോ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വലയോ. അതായത് പൊടിക്കുഞ്ഞിന്റെ കാലം നോക്കിയാൽ എല്ലാം വെടിച്ച് കീറി കുഞ്ഞുങ്ങളുടെ കാലെല്ലാം മഴ പെയ്തവന് പറയണ്ട ദുരിതമാണ്. അപ്പുറം അപ്പുറമുള്ള വയലൊക്കെ ഉണ്ടോ ഉള്ള അസുഖങ്ങളൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ ദേഹമൊക്കെ നോക്കാം. ഇതിനിടെ ഈ കെമിക്കലല്ലേ നമ്മൾ വെള്ളം തന്നെ അവർ തന്നെങ്കിലും നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. കിണറുണ്ടാകണൊക്കെ ഞങ്ങൾ നികത്തിയത് വെള്ളം കൊള്ളാഞ്ഞ്. ഇവിടെ ഇത് വരുന്ന ഉടനെ ഇത് വെള്ളം വറ്റി കഴിയുന്ന ഉടനെ സ്മെല്ലടിക്കുക, അത് കഴിഞ്ഞിട്ട് ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുക, ഒക്കെയാ കാര്യങ്ങൾ. പിന്നെ ഈ പനി വരുമ്പോഴും ഇഷ്ടമുണ്ടാകുക. പ്രദേശത്തെ കിണറുകൾ നാട്ടുകാർ വെട്ടിമൂടി. വെള്ളത്തിനു പകരം ആസിഡ് എങ്ങനെ കോരി കുടിക്കുമെന്ന് അവർ ചോദിക്കുന്നു. വഞ്ചന, ചതി ഇവ രണ്ടും ചിറ്റൂർ നിവാസികളോട് ഭരണകൂടം കാട്ടിയെന്ന് സാരം. മറുപടി വോട്ടിലൂടെ മാത്രമല്ല അതുക്കും മേലെയായിരിക്കുമെന്ന് ചിറ്റൂരുകാർ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്.